1903 റൈറ്റ് സഹോദരങ്ങൾ ലോകത്തിലെ ആദ്യ വിമാനം പറത്തിയത്. അതിനു മുൻപ് മനുഷ്യർ ചൂടുവായി നിറച്ച ബലൂണിലായിരുന്നു പറന്നിരുന്നത്. എന്നാൽ പുരാതന കാലത്തെ മനുഷ്യരും പറന്നിരുന്നുവെന്ന്, നമ്മളെക്കാൾ സാങ്കേതിക വിദ്യകൾ അവർ ഉപയോഗിച്ചിരുന്നുവെന്ന് വാദിക്കുന്നവരുമുണ്ട്. അവരുടെ വാദത്തിൽ വിശ്വസിക്കാൻ നമ്മളെ തോന്നിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് പെറുവിലെ പ്രാചീന വിഭാഗക്കാർ തയ്യാറാക്കിയതെന്ന് കരുതുന്ന നാസ്ക ലൈനുകൾ. 800-ലധികം നേർരേഖകളും 300-ഓളം ജാമിതീയ രൂപങ്ങളും 70-ഓളം ജീവരൂപങ്ങളും. ഇത് വെറും കുഞ്ഞു രൂപങ്ങളാണെന്ന് കരുതരുത്. ചില നേർരേഖകൾ 50 കിലോമീറ്ററോളം നീളമുള്ളതാണ്. കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ജീവരൂപത്തിന് 1200 അടിയോളം നീളം വരും. അതായത് ഈ രൂപങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഉയരത്തിൽ പറക്കണം. ആകാശത്ത് നിന്ന് നോക്കിയാൽ മാത്രം കൃത്യമായ രൂപം മനസ്സിലാക്കാനാകുന്ന വിധത്തിലാണ് ഓരോ രൂപത്തിൻ്റെയും ചിത്രീകരണം. ഇതിനെക്കുറിച്ച് പഠിച്ച പുരാവസ്തു ഗവേഷകർ പല രൂപങ്ങളും തിരിച്ചറിഞ്ഞത് സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ സഹായത്താലാണ്. അപ്പോൾ പിന്നെ ഇതൊന്നുമില്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പുരാതന കാലത്ത് ആരാണ്, എന്തിനാണ് ഇത്ര ഭീമാകാരമായ ചിത്രങ്ങൾ വരച്ചത് എന്ന ചോദ്യമാണ് നാസ്ക ലൈനിനെ നിഗൂഢമാക്കുന്നത്. തെക്കൻ പെറുവിലെ പാൽപ നഗരത്തിൻ്റെയും നാസ്ക നഗരത്തിൻ്റെയും ഇടയിലെ നാസ്ക മരുഭൂമിയിലാണ് നാസ്ക ലൈൻസ് എന്നറിയപ്പെടുന്ന ജിയോഗ്ലിഫുകൾ കാണാനാവുക. മരുഭൂമികളിൽ പ്രാചീന കാലത്ത് വരയ്ക്കപ്പെട്ട കൂറ്റൻ ചിത്രങ്ങളെയാണ് ജിയോഗ്ലിഫുകൾ എന്ന് വിളിക്കുന്നത്. BC 500-നും 500 AD-ക്കും ഇടയിലാണ് ഇവയുടെ നിർമ്മിതി എന്നാണ് കരുതപ്പെടുന്നത്. നേർരേഖകളും ജാമിതീയ രൂപങ്ങളും ചിലന്തി, കുരങ്ങ്, മത്സ്യം, പല്ലി, മനുഷ്യർ, ഹമ്മിങ് ബേർഡ് തുടങ്ങിയവയുടെ ഭീമൻ രൂപങ്ങളുമാണ് ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത്. ആദ്യം വരകളായി മാത്രം കണക്കാക്കപ്പെട്ടിരുന്ന ഇവയ്ക്ക് മുകളിലൂടെ പെറൂവിയൻ വിമാനങ്ങൾ പറക്കാൻ തുടങ്ങിയതോടെയാണ് ഇത്തരം രൂപങ്ങളും ഇതിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് കണ്ടെത്തിയത്. സമീപ പ്രദേശങ്ങളിലുള്ള മലകളിൽ നിന്ന് നോക്കിയാൽ ഇവ കാണാമായിരുന്നെങ്കിലും ഇവയ്ക്ക് മുകളിലൂടെ പറന്നാൽ മാത്രമേ ഈ വരകളിൽ ഒളിഞ്ഞിരിക്കുന്ന രൂപങ്ങൾ വെളിപ്പെടുകയുള്ളൂ. 1994-ൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഈ വരകൾ ഇടം പിടിച്ചിട്ടുണ്ട്. ഇരുമ്പ് ഓക്സൈഡ് ആവരണം ചെയ്ത കടും ചുവപ്പ് നിറത്തിലുള്ള ചരൽക്കല്ലുകൾ നിറഞ്ഞതാണ് നാസ്ക മരുഭൂമി. ഇതിൽ 15 സെന്റിമീറ്ററോളം ആഴത്തിൽ കുഴിച്ചുണ്ടാക്കിയ ചാലുകൾക്ക് മഞ്ഞ കലർന്ന ഇളം ചാരനിറമോ വെള്ളയോട് സാമ്യമുള്ള നിറമോ ആണ്. ഇങ്ങനെയുള്ള ചാലുകൾ ഏതാണ്ട് 1 അടി മുതൽ 6 അടി വരെ വീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവയെ വളരെ ദൂരെ നിന്ന് പോലും കാണാനാവുന്നത്. വരണ്ടതും കാറ്റോ മഴയോ ഇല്ലാത്തതുമായ ലോകത്തിലെ തന്നെ അപൂർവ കാലാവസ്ഥയുള്ള ഭൂപ്രദേശങ്ങളിലൊന്നാണ് നാസ്ക മരുഭൂമി. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളായി ഈ വരകൾ മാഞ്ഞു പോകാതെ നിലനിന്നത്. ഈ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട്. ഇത് അന്യഗ്രഹ ജീവികൾ വരച്ചതാണെന്നും പിശാചിൻ്റെ സൃഷ്ടികളാണെന്നും ദൈവത്തിൻ്റെ ജനങ്ങളോടുള്ള സന്ദേശങ്ങളാണെന്നും വിശ്വസിക്കുന്നവരുണ്ട്. 80 വർഷത്തിലേറെയായി ഇവയെക്കുറിച്ച് പഠനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇവ എന്തിനു വരച്ചു എന്നതിന് കൃത്യമായ വിശദീകരണം കണ്ടെത്താനായിട്ടില്ല. ഇവ പുരാതന കാലത്തെ ജലസേചന പാതകളായിരുന്നുവെന്നും പ്രാചീന ജനസമൂഹത്തിൻ്റെ ദൈവസങ്കല്പവുമായി ബന്ധപ്പെട്ട് ആരാധനയ്ക്കായി വരച്ചവയാണെന്നും നിഗമനങ്ങളുണ്ട്. ഇവയ്ക്ക് സമീപം പൊട്ടിത്തകർന്ന ഒട്ടേറെ മൺപാത്രങ്ങളുണ്ടായിരുന്നു. ആചാരത്തിൻ്റെ ഭാഗമായി പൊട്ടിച്ചതാകാം അവയെന്നാണ് കരുതുന്നത്. ഇന്നും പുരാവസ്തു ഗവേഷകരുടെ മുന്നിൽ ഈ വരകളുടെ നിഗൂഢത അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ഈ ചിത്രങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഈ സ്ഥലത്തേക്കുള്ള പ്രവേശനത്തിന് നിയന്ത്രണങ്ങളുണ്ട്. മാത്രമല്ല, കരമാർഗം പോയാൽ ചിത്രങ്ങളുടെ ഭംഗി ശരിയായി മനസ്സിലാക്കാനും കഴിയില്ല. സഞ്ചാരികൾക്ക് നാസ്ക ലൈനുകളുടെ ഭംഗി ആസ്വദിക്കാനായി മരുഭൂമിക്ക് മുകളിലൂടെ പറക്കുന്ന ചെറുവിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്.